ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ദയവായി കാത്തിരിക്കുക. ഞാൻ ഇവരുടെ ഈ വിഷയം ഒന്ന് തീർത്തോട്ടെ. ഇവിടെ ശ്രീ നൌഷാദ് അലി റഹീം അഖിലേന്ത്യാ പ്രസിഡന്റ് വടകരയിൽ ചെന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് യൂത്ത് അലർട്ട് നടത്തേണ്ടി വന്നിട്ടുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ്. മുസ്ലിം ലീഗ് മത്സരിച്ച മലപ്പുറത്തോ പൊന്നാനിയിലോ ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു യൂത്ത് അലർട്ട് നടത്തേണ്ടി വന്നിട്ടില്ല. ഇതേ ലോക്സഭാ മണ്ഡലത്തിലെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ കെ മുരളീധരൻ മത്സരിച്ചപ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചപ്പോഴോ ഞങ്ങൾക്ക് യൂത്ത് അലർട്ട് നടത്തേണ്ടി വന്നിട്ടില്ല. ഈ വർഗീയ കൊടും വിഷം മത്സരിച്ചപ്പോൾ മാത്രമാണ് യൂത്ത് അലർട്ട് നടത്തേണ്ടി വന്നത് എന്നാണ് റഹീമിൻ്റെ വാദം. ശ്രീ നൌഷാദ് അലി, ഇവിടെ സച്ചിൻ ദേവ് ബസ് കയറിയത് ടിക്കറ്റ് എടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് റഹീമിന്റെ ഇത്തരം പ്രസ്താവനകളൊന്നും മുഖവിലെടുക്കാൻ പോലും ഞാൻ തയ്യാറല്ല. ഇനി അവിടെ നാളെ MMS മത്സരിച്ചാലും നാളെ ടി സിദ്ദീഖ് മത്സരിച്ചാലും ഒക്കെ ഇവരിങ്ങനെ യൂത്ത് അലർട്ട് നടത്തും. കാരണം അവരുടെ അവിടുത്തെ പശ്ചാത്തലവും അവരുടെ രീതികളൊക്കെ അങ്ങനെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ കൊയിലാണ്ടിയെക്കുറിച്ച്, നാദാപുരത്തെക്കുറിച്ച്, പേരാമ്പ്രയെക്കുറിച്ച്, കുറ്റ്യാടിയെക്കുറിച്ച്, കൂത്തുപറമ്പിനെക്കുറിച്ചൊക്കെ 2026-ൽ ആശങ്കാകുലരാണ്. അതിനെ മറികടക്കാൻ ഇത്തരത്തിലുള്ള തീവ്ര വർഗീയത മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അതിന് ഇത്തരത്തിലുള്ള റഹീമുമാരും വസീഫുമാരും ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ആർത്തലച്ച് നടന്ന KT ജലീലുമാരും ഒക്കെ അവർ രംഗത്തിറക്കും ഇങ്ങനെ വാടകയ്ക്ക്. ഇനി പുറകിൽ PV അൻവർമാരും V അബ്ദുറഹ്മാൻമാരും ഒക്കെ വരും. എവിടേക്കാണ് CPM ഇത് കൊണ്ടുപോകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കൊക്കെ കൃത്യമായ ബോധ്യമുണ്ട്. അവരിവിടെ സ്വയം ഇല്ലാതായി BJPക്ക് പ്രതലമൊരുക്കുകയാണ്. ഇതാണോ EP ജയരാജനും പിന്നെ ജവ്ദേക്കറും തമ്മിലുള്ള ചർച്ചയുടെ അന്തർധാര, അവരുടെ അജണ്ട എന്ന് പോലും സംശയിക്കേണ്ട വിധമാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഏതായാലും CPM തീക്കള്ളി കൊണ്ട് തലചൊറിയുകയാണ്. ഇവിടെ ആദ്യം ടീച്ചർക്കെതിരെ അശ്ലീല വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. ആ വലിയ പ്രചരണമായിരുന്നു ഒരു 3-4 ദിവസം, ഒരാഴ്ചക്കാലം. അത് കെട്ടടങ്ങി. അപ്പോഴാണ് ഇനി ഒട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവസാന തടവായിട്ട് അവരിത് പ്രയോഗിച്ചത്. ഇവിടെ നികേഷിന് അറിയാലോ, മുമ്പ് നിങ്ങൾക്കെതിരെ മത്സരിച്ച ഷാജിക്കെതിരെ സിറാത്തിന്റെ പാലം കടക്കണ്ടേ എന്ന മട്ടിലൊക്കെ ഇവര് അവിടെയും നോട്ടീസ് അടിച്ചിരുന്നു. കാഫിർ എന്ന പദം ഇവിടുത്തെ പ്രാദേശിക മലബാറിലെ മുസ്ലിം വാമൊഴി മഴക്കത്തിൽ വരുന്നൊരു പദമല്ല. മുസ്ലിം അല്ലാത്ത ഒരാളെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അമുസ്ലിം എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ പ്രയോഗിച്ചു പോരാറുള്ള പദം. അപ്പൊ ഈ കാഫിർ എന്നൊക്കെയുള്ള പദമൊക്കെ കൃത്രിമമായി തുന്നിച്ചേർത്ത് ഇത്തരത്തിലൊക്കെയുള്ള വൈകാരികതയും വർഗീയതയൊക്കെ സൃഷ്ടിച്ച് മഴ പെയ്തിട്ടും മരം പെയ്യുന്ന മട്ടില് അവിടെ നിരന്തരമായിട്ട് വർഗീയ പ്രേരണ ചെലുത്തത്തക്ക വിധത്തിലുള്ള പ്രസ്താവനകളും പരിപാടികളുമായിട്ട് CPM മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അവരവിടെ ഭയന്നിരിക്കുന്നു. ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം അവർക്ക് 2026-ൽ വലിയ ഭയപ്പാടുണ്ടാക്കുന്നു. ശരി. Debate with MV Nikesh Kumar.